ഹായ് ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് ഗാർഡനിങ്ങും ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ വെക്കേഷനൊക്കെ ആയിട്ടുണ്ടല്ലോ, മക്കളൊക്കെ ഇങ്ങനെ വീട്ടിലുണ്ട്. അപ്പോൾ നമ്മുടെ രാവിലത്തെ കുറച്ച് സമയമാണ് ഇപ്പോൾ കാണുന്നത്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ കിച്ചണിലാണെങ്കിൽ വാതിലിൻ്റെ പടി ഉണ്ടല്ലോ, വാതിൽപ്പടി അങ്ങനെ കംപ്ലൈൻ്റ് ആയിട്ടിരിക്കുകയായിരുന്നു. മീൻസ് അതിൻ്റെ ഉള്ളിൽ കുത്തി പോവാന്ന് പറയില്ലേ, അങ്ങനെ. അപ്പോൾ അതൊന്ന് മാറ്റാനായിട്ട് ആൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ശരിക്കും കുറേ സമയം എടുത്തിട്ടുള്ളൊരു പ്രോസസ്സാണ് കേട്ടോ. അത് കഴിയാറ്, അത് വെച്ചതിന് ശേഷമുള്ള വീഡിയോയാണ് ഞാനിപ്പോൾ കാണിച്ചത്. ഇപ്പോൾ രാവിലെ കിച്ചണിലാകെ നാശമായി കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാനിതാ ഷൂ റാക്കൊന്ന് ക്ലീൻ ചെയ്യാണ്. കുറച്ച് ദിവസമായിട്ടുണ്ട് ഇതൊന്ന് ക്ലീൻ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. പിന്നെ കരുതി സ്കൂളൊക്കെ അടയ്ക്കട്ടെ എന്നിട്ട് ചെയ്യാമെന്ന് കരുതി. അധികം മുഷിഞ്ഞിട്ടൊന്നുമില്ല, എന്നാലും നമുക്ക് ചിലപ്പോൾ കുറച്ച് ഷൂസൊക്കെ ആണെങ്കിലും ഒന്ന് വെയിൽ കൊള്ളിക്കാനുണ്ടാവും, ചിലത് കഴുകാനുണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളത് ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട്. എന്നിട്ട് ക്ലീൻ ആയിട്ടുള്ളത് മാത്രം അതിനുള്ളിലേക്ക് വെച്ചു കേട്ടോ. ഇക്കാടെ ഒരു ചെരുപ്പാണെങ്കിലും ഇതുപോലെ ഒരു ഈ ലെതർ വരുന്നതിന് അങ്ങനെ ഉപയോഗിക്കാതെ കുറച്ച് ദിവസം ഇരിക്കുമ്പോഴേക്കും അതിലൊരു ഫംഗസ് പോലെ വരുമല്ലോ. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്തിട്ടൊന്ന് വെയിൽ കൊള്ളിക്കണം. അപ്പോൾ അത് ഞാനങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലുണ്ടല്ലോ ഒരു കനാൽ പോകുന്നുണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ ക്ലീനിങ് ഒക്കെ നടക്കുന്ന സമയത്ത് അതിനുള്ളിൽ മഴയത്തൊക്കെ അങ്ങനെ വന്ന് നിറയുന്ന മണ്ണൊക്കെ ഉണ്ടല്ലോ, ആ മണ്ണൊക്കെ ക്ലീൻ ചെയ്യും. അപ്പോൾ കുറേയൊക്കെ കോരിയിട്ട് അവരങ്ങനെ മുകളിലേക്ക് കൊണ്ടുപോയിടും. അപ്പോൾ ആ സമയത്ത് കുറച്ച് മണ്ണ് നമ്മുടെ വീടിൻ്റെ സൈഡിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ചെടികൾക്ക് നല്ലതാണ് കേട്ടോ. അപ്പോൾ അതിലാവുമ്പോൾ വേരുകളൊക്കെ ഇങ്ങനെ ഓടാനും ഒക്കെ നല്ല സൗകര്യമുള്ളൊരു മണ്ണാണത്. അപ്പോൾ ആ മണ്ണ് കുറച്ചുണ്ട്. എന്നാൽ പിന്നെ നമുക്ക് പ്ലാന്റ്സൊക്കെ ഒന്ന് റിപ്പോർട്ട് ചെയ്യാമെന്ന് കരുതി. പിന്നെ ഉണ്ടല്ലോ ഈ സ്റ്റാൻഡ് കണ്ടോ, ഇത് വൈറ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് മുഷിയും. പക്ഷേ ബ്ലാക്കിനേക്കാളും എന്തുകൊണ്ടും കാണാൻ ഭംഗി ഇതുപോലെ വൈറ്റ് പെയിൻറ്റ് ചെയ്യുമ്പോഴാണ് കേട്ടോ. ഇപ്പോൾ ഇടയ്ക്കൊന്ന് ക്ലീൻ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ നമ്മളിങ്ങനെ ചെടികൾക്ക് വെള്ളമൊക്കെ ഒഴിക്കുമ്പോൾ അതിനുള്ളിലൂടെ അങ്ങനെ മണ്ണും ചെളിയും കൂടി വന്നിട്ട് അങ്ങനെ മുഷിഞ്ഞിരിക്കുന്നുണ്ടാവും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തർ ചോദിക്കുന്ന ഒരു സംശയമാണ് കേട്ടോ, ഇവിടെ ഇങ്ങനെ മഴ നനയില്ലേ എന്നുള്ളത്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഈ ഒരു ഭാഗമൊക്കെ ഉണ്ടല്ലോ, ഇവിടെ ഷീറ്റ് ഇട്ടിട്ടുണ്ട് മുകളിൽ. പിന്നെ ആ മാവിൻ്റെ ഭാഗമാണ് അങ്ങനെ റൂഫ് ചെയ്യാത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ കാറ്റോട് കൂടിയുള്ള മഴയാണെങ്കിലാണ് ഈ ഊഞ്ഞാലൊക്കെ നനയാം. ചെറിയ മഴയത്ത് അങ്ങനെ നനയൊന്നുമില്ല കേട്ടോ. ഇതുവരെ കംപ്ലൈൻ്റ് ഒന്നുമില്ല, അങ്ങനെ പോകണം. പിന്നെ ഈ ബോട്ട്സൊക്കെ ആണെങ്കിലും പൊടിയുണ്ട്, നല്ല പൊടിയുണ്ടല്ലോ, റോഡല്ലേ. അപ്പോൾ അങ്ങനെ ഇതെല്ലാത്തിലും പൊടി വന്ന് അങ്ങനെ പിടിക്കും. പിന്നെ ആ ഇലകളാണെങ്കിൽ പോലും അതും ഇതിനിപ്പോൾ ക്ലീൻ ചെയ്യാൻ കുറച്ച് സമയം വേണം. അതൊന്നും ഞാൻ ചെയ്യണമൊന്നുമില്ല. പിന്നെ ഈ ചെടി കണ്ടോ, ഇതങ്ങനെ വണ്ടികളുടെ ബാക്കിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊന്ന് നനയ്ക്കാം. അങ്ങനെ നനയ്ക്കാനെടുക്കുന്ന ചെടികൾ കുറച്ച് ദിവസം വേറെ ഭാഗത്ത് തന്നെ വെച്ച് അങ്ങനെ കുറച്ച് ദിവസം വെള്ളമൊക്കെ ഒഴിച്ച് എപ്പോഴും വെള്ളം ഒഴിക്കാൻ പറ്റുന്ന സൗകര്യത്തിൽ വയ്ക്കും. എന്നിട്ട് അങ്ങനെയാണ് ഞാൻ ഇൻഡോർ പ്ലാന്റ്സ് വെക്കുന്നത്. മാറ്റി വെക്കുകയാണെങ്കിൽ കുറച്ച് ദിവസം അതിന് വെള്ളമൊക്കെ കൊടുത്ത് വെയിലും വെള്ളവും ഒക്കെ കൊണ്ടങ്ങനെ ഇരിക്കും. അതിനുശേഷമാണ് പിന്നെ എടുത്ത് വെക്കുക. ഇത് കണ്ടോ, ഈ പോട്ട് അങ്ങനെ നിറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ പുതിയത് വളരാനുള്ള സ്ഥലവും ഇല്ലല്ലോ. അപ്പോൾ പിന്നെ നമുക്ക് ഈ ഒരു ഒറ്റ പോട്ടിലിരിക്കുന്നത് ഞാനിപ്പോൾ 5 പോട്ടിലേക്കാണ് മാറ്റുന്നത്. അപ്പോൾ ഇനി ഇതിൻ്റെ കാര്യങ്ങൾ നോക്കാം അല്ലേ. പിന്നെ ഉണ്ടല്ലോ, കുറേ നാൾ മുൻപ് ഈ ബോഗൺവില്ലയൊക്കെ എല്ലാവരും ഇങ്ങനെ വെക്കുന്ന സമയത്ത് എൻ്റെ മതിലിലും നിറയെ ബോഗൺവില്ലയായിരുന്നു കേട്ടോ. ആ സമയത്തുണ്ടല്ലോ നമ്മളതിൽ വളമിടാനും അല്ലെങ്കിൽ പുല്ല് കള പറിക്കാനൊക്കെ ആയിട്ട് ചട്ടികളൊക്കെ അങ്ങനെ താഴെ ഇറക്കും, മുകളിലേക്ക് വയ്ക്കും, അങ്ങനെയൊക്കെ ചെയ്യുമല്ലോ. ആ സമയത്ത് ഒരു ചട്ടി എടുത്താൽ പോലും എനിക്ക് നീർക്കെട്ട് വരും. നീർക്കെട്ട് വരാൻ ESRലൊക്കെ ഒരുപാട് വേരിയേഷനായിരുന്നു ആ സമയത്ത്. നമ്മളൊരു ഓളത്തിൽ അങ്ങനെ ചെയ്യും, പക്ഷെ അത് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 3-4 ദിവസത്തേക്ക് എനിക്ക് ശരീരം ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് അനങ്ങാൻ പറ്റില്ല കേട്ടോ. പക്ഷേ മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ ഇപ്പം ഉണ്ടല്ലോ, ഈ പോട്ട് അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് കേട്ടോ. ഇതൊന്നും ഇപ്പോൾ എടുത്ത് നോക്കുമ്പോൾ
ഇത് നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നുന്നില്ല. ഇത് ജിമ്മിൽ പോകുന്നതിൻ്റെ ഒരു ഗുണം തന്നെയാണ് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, കുനിയാനും പറ്റില്ല, നടുവേദന ഒന്നുമല്ല, എനിക്ക് ഭയങ്കര അണപ്പ്, ശ്വാസം മുട്ടും പോലെ തോന്നും, പിന്നെ പെട്ടെന്ന് നീർക്കെട്ടും വരും, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അൽഹംദുലില്ലാ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെയിറ്റ് എടുക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടില്ലാതെ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഈ പ്ലാന്റ് ഉണ്ടല്ലോ, സ്നേക്ക് പ്ലാന്റ്, ഏറ്റവും ലോ മെയിൻ്റനൻസ് വരുന്നൊരു പ്ലാന്റാണ് കേട്ടോ. അങ്ങനെ നിന്ന് വളർന്നോളും. അപ്പോൾ നമ്മളിത് ഈ മണ്ണിൽ കുറച്ച് ചാണകപ്പൊടി മിക്സ് ചെയ്ത് എന്തെങ്കിലും വളമൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ടാൽ മതി. അപ്പോൾ പിന്നെ അങ്ങനെ വെള്ളം മാത്രം കൊടുത്തു കഴിഞ്ഞാൽ, ഡെയിലി വെള്ളവും ആവശ്യമില്ല കേട്ടോ, അതങ്ങനെ വളർന്നോളും. അത് കാണാനും നല്ല ഭംഗിയല്ലേ, ഈ ഒരു യെല്ലോ ഇങ്ങനെ വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ ഇത് കാണാൻ നല്ല ഭംഗിയാണ്. ഇനിയിപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ പോട്ട്സ് അങ്ങോട്ട് നിറയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നിരത്തി വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇത് മാത്രം അങ്ങനെ വെക്കണം, അപ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഇനിയിപ്പോൾ ഇവിടേക്ക് ഒന്ന് ക്ലീൻ ചെയ്യട്ടെ. നമ്മളിങ്ങനെ ഫാസ്റ്റായിട്ടൊക്കെ ചെയ്യുമ്പോൾ കുറേ മണ്ണൊക്കെ പുറത്തേക്ക് പോയിട്ടുണ്ട്. കെയർ ചെയ്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഷീറ്റൊക്കെ ഇടണം. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും മുറ്റം അടിക്കാനുണ്ടല്ലോ, മണ്ണ് ചാടിയാലും പ്രശ്നമില്ല എന്ന് കരുതിയിട്ട് അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടേക്കൊന്ന് ക്ലീൻ ചെയ്യട്ടെ. പിന്നെ നമ്മുടെ കിച്ചണിലുണ്ടല്ലോ മല്ലിപ്പൊടി, മുളക് പൊടി, അരിപ്പൊടി, ഇതെല്ലാം കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ മുളക് പൊടി തീർന്നിട്ട് കുറച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അരിപ്പൊടിക്ക് പകരം ഇപ്പോൾ പുട്ടുപൊടി വാങ്ങിയിട്ട് അങ്ങനെ പുട്ട് ചുട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതെല്ലാം ഒന്നിനി കഴുകി ഉണക്കി പൊടിപ്പിച്ചൊക്കെ എടുക്കാനുണ്ട്. അപ്പോൾ മുളകാണെങ്കിൽ ഒരു 2-3 ദിവസമൊക്കെ എന്തായാലും നല്ല വെയിലത്ത് ഉണക്കിയെടുക്കണം. അപ്പോൾ ആദ്യം തന്നെ ഇതൊന്ന് കഴുകട്ടെ. പിന്നെ ഇതുണ്ടല്ലോ 1/2 കിലോ കാശ്മീരി മുളകും 1.5 കിലോ സാധാരണ മുളകുമാണ് മേടിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാശ്മീരി മുളക് ഉണങ്ങാൻ എനിക്ക് തോന്നുന്നു മറ്റേതിനേക്കാളും കുറച്ചുകൂടി ഇതൊരു കുറച്ച് വണ്ണവും കൂടുതലാണ്, ഒരു ചുളുക്ക് കൂടുതലല്ലേ ഈ ഒരു മുളകിന്. അപ്പോൾ കുറച്ച് സമയം എടുക്കും ഇതൊക്കെ ഉണങ്ങാനായിട്ട്. അപ്പോൾ ഇനി ആദ്യം തന്നെ ഇതൊന്ന് കഴുകി ഇതിൻ്റെ വെള്ളമൊക്കെ പോകണം. പിന്നെ ഇതിങ്ങനെ കഴുകുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് മനസ്സിലാവും അതിൽ ഒരുപാട് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കത് കഴുകി കഴിയുമ്പോൾ ഇതിൻ്റെ അടിയിലാണെങ്കിലും ഈ വെള്ളത്തിന് അടിയിലും ഒരു മണ്ണ് പോലെയൊക്കെ ഊറിയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അത് നമ്മൾ വെറുതെ ഇങ്ങനെയുള്ള മുളകും കാര്യങ്ങളും മേടിച്ചിട്ട് പൊടിപ്പിക്കാനല്ല, ശരിക്കും കഴുകി ഉണക്കി എടുത്തിട്ട് വേണം പൊടിപ്പിക്കാൻ. 2-3 പ്രാവശ്യമൊക്കെ ഇങ്ങനെ വെള്ളം മാറ്റി കഴുകിയിട്ട് നമ്മളൊരു കൊട്ടയിലേക്ക് വെള്ളം പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ വാരി വയ്ക്കുകയാണ് ചെയ്യുക. ഇപ്പോൾ വെള്ളത്തിൽ കാണുന്നത് ഇതിൻ്റെ കുറേ ഇലകളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ആദ്യം ഞാൻ അവിടെ ഒഴിക്കാൻ പോയി, പിന്നെ എനിക്ക് തോന്നി ചിലപ്പോൾ ആ ഒരു വെള്ളം പോകുന്ന ആ ഒരു ഹോളുണ്ടല്ലോ അതിനിപ്പോൾ ബ്ലോക്ക് ആയാലോ എന്ന് കരുതിയിട്ട് ഞാൻ താഴേക്ക് തന്നെ ഒഴിച്ച് കളഞ്ഞു കേട്ടോ. ലാസ്റ്റിനിപ്പോൾ ഇവിടേക്കൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് കരുതി. ഇതുപോലെ കുറേ ഇലകളും പുല്ലും എന്തൊക്കെയോ ഇതിലുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ലാസ്റ്റ് ഇത് പൊടിപ്പിക്കാൻ കൊണ്ടുപോകുന്ന സമയത്തുണ്ടല്ലോ, അപ്പോൾ നമ്മൾ പാറ്റി പൊറുക്കാന്നൊക്കെ പറയില്ല, അതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടൊക്കെയാണ് പൊടിപ്പിക്കാനായിട്ട് കൊടുത്തു വിടുക. അപ്പോൾ ഇനി ബാക്കിയുള്ളത് കൂടി ഇതുപോലെ കഴുകി ക്ലീൻ ചെയ്തെടുക്കട്ടെ. അങ്ങനെ മുളക് കഴുകി മാറലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ മല്ലി കഴുകാനുണ്ട് കേട്ടോ. പിന്നെ ഇത് ഉണങ്ങി കഴിയുന്ന ദിവസം ഉണ്ടല്ലോ, ആ ദിവസമാണ് അരി വെള്ളത്തിൽ കുതിരാനിട്ടിട്ട് അങ്ങനെ കഴുകി വാരിയെടുക്കുക. അപ്പോൾ എല്ലാം ഒരുമിച്ച് നമുക്ക് പൊടിക്കാൻ കൊണ്ടുപോകാം.
അങ്ങനെ നമ്മുടെ കഴുകലും വാരലും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ എനിക്ക് ചെറുതായിട്ടൊരു വിശപ്പ് വന്നു കേട്ടോ. അപ്പോൾ ഞാനൊരു അവക്കാഡോ സ്മൂത്തി അടിക്കാമെന്ന് കരുതി. അപ്പോൾ ഇതിലേക്ക് ഒരു അവക്കാഡോ എടുത്തിട്ടുണ്ട്, നല്ല പഴുത്തതാണ്. പിന്നെ അല്പം ഷുഗറും പിന്നെ ഒരല്പം പാലും ഡേറ്റ്സും കുറച്ച് ബദാമും ഇത്ര ഇട്ടിട്ടാണ് കേട്ടോ അടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ ഒറ്റയ്ക്കല്ല കേട്ടോ കഴിച്ചത്, മോനുണ്ടായിരുന്നു. അപ്പോൾ അവനും ഞാനും കൂടി ഷെയർ ആയിട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് തുണികളൊക്കെ മെഷീനിൽ അപ്പോഴേക്കും വാഷ് ചെയ്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് അഴയിലേക്ക് ഇടണം. അതിനുശേഷം നമുക്ക് കുറച്ച് ക്ലീനിങ്ങും പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. അതിനിടയിൽ എല്ലാം വീഡിയോ എടുത്തിട്ടില്ല. വീടിൻ്റെ അകമൊക്കെ ഒന്ന് ഇതിനിടയിലൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ട്. പിന്നെ അപ്പോഴേക്കും നമ്മുടെ മല്ലിയും മുളകും ഒക്കെ വെള്ളം പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും ടെറസിലാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ആദ്യമൊക്കെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നല്ല വെയിലായിരുന്നു, ഞാൻ പറയാറില്ലേ. അപ്പോൾ ആ സമയത്ത് ശരിക്കും അടുത്ത വീട്ടിലുള്ളവരും നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലാണ് ഇങ്ങനെ ഇതൊക്കെ ഉണക്കാൻ കൊണ്ടുപോയി ഇട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പോൾ നമുക്കങ്ങനെ ഫ്രണ്ടിൽ വെയിലില്ലാത്തത് കൊണ്ട് ഞാനിത് ടെറസിലാണ് ഇടുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മളിങ്ങനെ ശരിക്കും ഇതൊന്ന് നിരത്തിയിട്ടാലാണ് കേട്ടോ വെള്ളം വലിഞ്ഞ് കിട്ടുക. ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് എന്തായാലും ഇത് ഉണങ്ങുമൊന്നുമില്ല. അപ്പോൾ ഫസ്റ്റ് ദിവസം എന്തായാലും കുറച്ച് വെള്ളമൊക്കെ വലിഞ്ഞാണ് കിട്ടുക. പിന്നെ അവിടെ നല്ല വെയിലായതുകൊണ്ട് മുളക് നിരത്തുന്നതൊന്നും ഞാനങ്ങനെ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. വേഗം തന്നെ അതങ്ങനെ നിരത്തിയിട്ടിട്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാണ് ചെയ്തത്. നല്ല വെയിലായിട്ടുണ്ടായിരുന്നു. ഞാൻ ആ ചെടിയുടെ പുറകെ പോയതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ വെയിലാവുന്നതിന് മുൻപേ നമ്മളതൊക്കെ കൊണ്ടുപോയി ഇടണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് വലിയൊരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പക്ഷേ നമുക്ക് ചെടിയിലൊക്കെ അങ്ങനെ ചെയ്യാൻ തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സമയം അങ്ങനെ പോകും. അങ്ങനെ ഞാൻ താഴെ വരുമ്പോൾ മോനോടെ വണ്ടി കഴുകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനങ്ങനെ അവനോടും സംസാരിച്ച് അവിടെ കുറച്ച് സമയം ഒന്ന് ഊഞ്ഞാലിലിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ കിച്ചണിൽ അവരങ്ങനെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് അവിടെ കുറേ മുഷിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ ഒന്ന് ഫ്രഷായി കുറച്ച് സമയം റെസ്റ്റ് എടുത്തു. പൂക്കുട്ടിയൊന്നും വീട്ടിലുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇക്കായും ഉച്ചയ്ക്ക് ലഞ്ചിനൊന്നും ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനും ഇവനുള്ളൂവെങ്കിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും മതി കഴിക്കാനായിട്ട്. അപ്പോൾ ഇപ്പോൾ സമയം വൈകുന്നേരമായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഷോപ്പിലേക്ക് പോകാമെന്ന് കരുതി അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പം നമുക്ക് കൊറിയർ ചെയ്യാനുള്ളതൊക്കെ അങ്ങനെ പാക്ക് ചെയ്യാനൊക്കെ ഉണ്ട്. ഒരു കേക്കിൻ്റെ പാക്കറ്റ് തലേ ദിവസം ഇക്കാടെ ഫ്രണ്ട് കൊടുത്തതാണ് കേട്ടോ. അവരുടെ കമ്പനിയുടെ അങ്ങനെ ഗിഫ്റ്റായിട്ട് കൊടുക്കുമല്ലോ. അപ്പോൾ അങ്ങനെ കിട്ടിയൊരു പാക്കറ്റാണ്. ഇതിൽ ഞാനപ്പോൾ പോകുന്നതിന് മുൻപ് എനിക്ക് ഇത്തിരി കേക്ക് കഴിക്കണം എന്ന് തോന്നിയിട്ട് അങ്ങനെ പൊട്ടിക്കുകയാണ്. അപ്പോൾ ഇതിലൊരു കുക്കീസിൻ്റെ ഒരു ബോക്സ് ഉണ്ട്. ഇപ്പോൾ ഞാൻ പൊട്ടിക്കുന്നത് കുക്കീസാണ്. പിന്നെ എൻ്റെ മടിയിലിരിക്കുന്നത് കേക്കും പിന്നെ ഒരു ചോക്ലേറ്റിൻ്റെ ഒരു ടിന്നും ഉണ്ട്. അപ്പോൾ ഇത്ര ഐറ്റംസാണ്. പിന്നെ അത് കൂടാതെ നല്ലൊരു ഡയറി കൂടി ഉണ്ടായിരുന്നു കേട്ടോ. ഡയറി അപ്പോൾ ആദ്യമേ എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്ന് കഴിച്ച് നോക്കാമെന്ന് കരുതി. അപ്പോഴേക്കും പൂക്കുട്ടിയും വന്നിട്ടുണ്ടായിരുന്നു. പൂക്കുട്ടി കുറച്ച് ദിവസമായിട്ട് എൻ്റെ അനിയത്തി വീട്ടിലുണ്ട്, എൻ്റെ വീട്ടിലുണ്ട്. അപ്പോൾ അവിടെ മക്കളും അവരൊക്കെ ഉള്ളതുകൊണ്ട് പൂക്കുട്ടി കുറച്ച് ദിവസമായിട്ട് അവിടെയാണ്. പിന്നെ മോനാണെങ്കിലും ഇക്കാടെ വീട്ടിൽ അവിടെയും അവരുടെ കസിൻസ് ഉള്ളതുകൊണ്ട് അവനും ഫുൾ ടൈം അവിടെ തന്നെയാണ്. ജസ്റ്റ് ഇവിടെ വന്നിട്ട് അങ്ങനെ പോകും. പിന്നെ ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണാം കേട്ടോ. ഈ വീഡിയോയുടെ ലാസ്റ്റ് നമ്മുടെ ഡ്രസ്സിൻ്റെ കളക്ഷൻസൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഒരു ഡ്രസ്സ് ഉണ്ടല്ലോ, ഇത് ഞാൻ ഏത് വീഡിയോയിൽ ചിലപ്പോൾ കുറച്ച് സമയമൊക്കെ ആയിരിക്കും അങ്ങനെ കണ്ടാലും എല്ലാവരും ചോദിക്കാറുണ്ട് ഈ ഡ്രസ്സ് അവൈലബിൾ ആണോ എന്നുള്ളത്, അല്ലെങ്കിൽ ഈ മെറ്റീരിയൽ കിട്ടുമോ എന്നുള്ളത്. ഇത് കുറേ നാൾ മുന്നേ ഞാൻ വേറൊരു സ്റ്റിച്ച് ചെയ്യുന്ന ഒരു ആൾ എനിക്ക് ഓൺലൈനിൽ പർച്ചേസ് ചെയ്തിട്ട് അങ്ങനെ ചെയ്തു തന്നതാണ്. ഞാനിപ്പോൾ ഈ മെറ്റീരിയൽ അവൈലബിൾ ആണോ എന്ന് അന്വേഷിക്കുകയും ചെയ്തു. അപ്പോൾ സൈറ്റൊക്കെ അങ്ങനെ ഡിലീറ്റ് ചെയ്തു. ഇപ്പോൾ അതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ല എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഇത് ഇൻഷാ അല്ലാഹ് എപ്പോഴെങ്കിലും അവൈലബിൾ ആണെങ്കിൽ ഞാൻ പറയാം. പിന്നെ ഡയറി ഉണ്ടോ, നല്ലൊരു ഡയറിയാണ് കേട്ടോ. 2025 നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാൻ പറ്റിയ ഡയറിയാണ്. അപ്പോൾ ഞാനതിന് വേണ്ടിയിട്ട് അതങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ കേക്കൊക്കെ കഴിച്ചു, ചായ കുടിച്ചു. അതിനുശേഷം ഞാൻ ഷോപ്പിലേക്ക് വന്നിട്ടുണ്ട്. പിന്നെ മക്കൾ ഞാൻ പറഞ്ഞിട്ടില്ലേ, ഞങ്ങളുടെ രണ്ടുപേരുടെയും എൻ്റെയും ഇക്കാടെയും വീട് അടുത്തടുത്ത്. നമ്മളിപ്പോൾ താമസിക്കുന്ന വീടിൻ്റെ ലെഫ്റ്റും റൈറ്റും ഒക്കെ ആയിട്ട് വരും. അപ്പോൾ അങ്ങനെ അത്ര അടുത്താണ് കേട്ടോ. അപ്പോൾ അവർ രണ്ടുപേരും മക്കൾ അങ്ങോട്ട് പോയിട്ടുണ്ട്. ഞാൻ ഷോപ്പിലേക്ക് വന്നിരിക്കുകയാണ്. നമുക്കിതാ ബ്ലാക്കും ഓഫ് വൈറ്റും മോജയാണ് കേട്ടോ. അത് തീർന്നിട്ടുണ്ടായിരുന്നു. മോജ ബ്ലാക്കും ഓഫ് വൈറ്റൊക്കെ ആളുകൾക്ക് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന കളേഴ്സ് അല്ലേ. അപ്പോൾ അത് ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കൂടുതൽ ആളുകൾ ആവശ്യപ്പെടുന്ന കുറച്ച് കളേഴ്സ് ഉണ്ടല്ലോ, അങ്ങനെയുള്ളതൊക്കെയാണ് നമ്മൾ സിംഗിൾ പീസായിട്ട് എടുക്കുക. അപ്പോൾ ഒരാൾക്ക് എനിക്ക് അയക്കാനുള്ളത് ഞാനൊന്ന് മാറ്റി വെക്കട്ടെ. ആൾ ഗൾഫിലാണ് കേട്ടോ. അപ്പോൾ ആരോ അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ കൊണ്ടു ചെല്ലാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ട്
അങ്ങനെ ഈ 2 കളേഴ്സാണ് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഞാൻ എടുത്ത് മാറ്റി വയ്ക്കുകയാണ്. പിന്നെ എൻ്റെ നാത്തൂന്മാർ വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ അവരിങ്ങനെ ഡ്രസ്സ് നോക്കാൻ വേണ്ടിയിട്ട് വരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ട്വിൻസാണ് കേട്ടോ. ഇക്കാട് 2 സിസ്റ്റേഴ്സാണ്. ഇവർ 2 പേരും പിന്നെ ഒരു അനിയനും ആണുള്ളത്. അപ്പോൾ 2 പേരും ട്വിൻസ് ആണെങ്കിലും ശരിക്കും നല്ല ഡിഫറൻസ് ഉണ്ട് കേട്ടോ. സച്ചും പൂക്കുട്ടിയും പോലെ തന്നെ. കാര്യം സച്ചും പൂക്കുട്ടി ഒരു വീട്ടിലെ ആണെങ്കിലും നല്ല ഡിഫറൻസാണ്. അതുപോലെ തന്നെയാണ് ഇവരും. അപ്പോൾ ഇവർ 2 പേരും കൂടുതലും സൽവാറാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു മോഡൽ ഡ്രസ്സ് എങ്ങനെയാണ് വെയർ ചെയ്യേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഡ്രസ്സ് ഇട്ടിട്ട് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പിന്നെ 2 മാക്സിയും ഒരേപോലെയുള്ള 2 മാക്സിയൊക്കെ എടുത്തിട്ട് പോയിട്ടുണ്ടായിരുന്നു. മാക്സി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെൻ്റെ ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ നിലോഫർ ഹാദി എന്നുള്ള പേജ് ഒന്ന് ഫോളോ ചെയ്യുക. അതിൽ നല്ല ഭംഗിയുള്ള ദുബായ് മാക്സിയൊക്കെ കാണിക്കുന്നുണ്ട്. മാക്സി മാത്രമല്ല നമ്മൾ അവൈലബിൾ ആയിട്ടുള്ള ഡ്രസ്സിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ അതിൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ നിങ്ങളത് കണ്ടു നോക്കാം കേട്ടോ. പിന്നെ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഡ്രസ്സൊക്കെ ഉണ്ടല്ലോ, ഇതെല്ലാം കഫ്താൻ ടൈപ്പാണ് കേട്ടോ. എല്ലാം കൂടുതലും ഫ്രീ സൈസിൽ നമുക്ക് വെയർ ചെയ്യാൻ പറ്റിയ ഡ്രസ്സാണ്. പെട്ടെന്ന് വെയർ ചെയ്തിട്ടൊക്കെ പോകാൻ പറ്റിയതും അതുപോലെ സ്റ്റൈൽ ചെയ്യാൻ പറ്റിയതുമായിട്ടുള്ള ഡ്രസ്സുകളാണ് ഇതൊക്കെ. അബായ യൂസ് ചെയ്യുന്നവർക്കും എന്താ പറയുക, കുറച്ച് കളറായിട്ടൊക്കെ ഇടണം എന്ന് തോന്നുമല്ലോ. എന്നാൽ അവർക്ക് സൽവാർ യൂസ് ചെയ്യാനും വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന ആളുകൾക്ക് നമ്മുടെ ശരീരം മറിഞ്ഞു കിടക്കാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള ഡ്രസ്സുകളാണ് കേട്ടോ. എല്ലാം ദുബായ് ഐറ്റം തന്നെയാണ്. പിന്നെ ഇതെൻ്റെ റിലേഷനിലുള്ള ഒരു കുട്ടിയാണ് കേട്ടോ. അവൾക്ക് അത്യാവശ്യം ഹൈറ്റ് ഉള്ളതുകൊണ്ട് അവൾ ഈ ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങനെ അവളെ വെച്ചിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഡ്രസ്സ് കണ്ടില്ലേ, ഇത് അധികം വണ്ണം ഇല്ലാത്ത ആളുകൾക്കും വണ്ണം ഉള്ള ആളുകൾക്കും പ്ലസ് സൈസിൽ വരുന്നവർക്ക് വരെ യൂസ് ചെയ്യാൻ പറ്റിയ ഡ്രസ്സാണ് കേട്ടോ. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഫ്രീ സൈസാണ്. പിന്നെ ഒരു 56 ഒക്കെയാണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത്, XL സൈസ്. വിട്ട് നമുക്ക് ഫ്രീ സൈസ് ആയതുകൊണ്ട് തന്നെ എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക. ഞാൻ വാട്സപ്പ് നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട്, അതിൽ മെസ്സേജ് ചെയ്യുക. നമ്മുടെ ഡെലിവറി ടൈം വരുന്നത് വിതിൻ 2 days ആണ്. നിങ്ങൾ ഇന്ന് ഓർഡർ ചെയ്ത് പേയ്മെൻറ്റും ചെയ്ത് അഡ്രസ്സൊക്കെ തന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം അല്ലെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസം അങ്ങനെ 2 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് നിങ്ങളുടെ കയ്യിൽ കിട്ടും. DTDC വഴിയാണ് നമ്മൾ അയക്കുന്നത്. പിന്നെ എനിക്ക് മെസ്സേജ് അയക്കുന്നവർ കണ്ണൂർ, കാസർഗോഡ് ആ ഭാഗത്തേക്കൊക്കെ കിട്ടുമെന്ന് ചോദിക്കുന്നുണ്ട്. എൻ്റെ ശരിക്കും പറഞ്ഞാൽ കൂടുതലും കസ്റ്റമേഴ്സ് കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ഈ ഭാഗത്തുള്ളവർ തന്നെയാണ് കേട്ടോ. അത് ആദ്യത്തിൽ നമ്മളിങ്ങനെ ചെടികളും പ്ലാന്റ്സും പോട്ട്സൊക്കെ സെയിൽ ചെയ്യുന്ന സമയത്തും എനിക്ക് തോന്നുന്നു നമ്മുടെ വ്യൂവേഴ്സ് ആണെങ്കിലും കൂടുതലും ആ ഭാഗത്തുള്ളവരാണ്. അവരുടെ ഒരു സ്നേഹവും പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങാനുള്ളൊരു ഇഷ്ടം കൊണ്ടാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ആദ്യം മുതൽ എൻ്റെ കയ്യിൽ നിന്ന് പ്രൊഡക്റ്റ് എടുക്കുന്നത്. അതെനിക്ക് വല്ലാത്തൊരു സന്തോഷമാണ് കേട്ടോ. നമ്മൾ കണ്ടിട്ടില്ല, വീഡിയോസ് കാണുന്നുണ്ടെങ്കിലും അങ്ങനെ പരിചയമൊന്നുമില്ലല്ലോ. എന്നാലും ആ ഒരു സ്നേഹത്തിലും വിശ്വാസത്തിൻ്റെ പുറത്താണ് എൻ്റെ കയ്യിൽ നിന്ന് ഐറ്റംസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരോടും എൻ്റെ സ്നേഹം അറിയിക്കുകയാണ്. ഇപ്പോൾ ഞാനിട്ടിരിക്കുന്ന ഈ ഡ്രസ്സൊക്കെ ഉണ്ടല്ലോ, ഇത് ഒരു ഫറാഷ ടൈപ്പ് ഡ്രസ്സാണ് കേട്ടോ. അതിൻ്റെ കൂടെ ഇതുപോലെ ഷോളും അവൈലബിൾ ആണ്. നമുക്കൊരു ഫംഗ്ഷനൊക്കെ ഇടാൻ പറ്റുന്ന ഒരു ഡ്രസ്സാണ് കേട്ടോ ഇത്. ഇപ്പോൾ കുറച്ച് നാളായിട്ട് ട്രെൻഡിങ് ആയിട്ടുള്ള മറ്റൊരു ഡ്രസ്സാണല്ലോ, ഹാഫ് സ്ലീവ്, ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ട് വരുന്ന നല്ലൊരു മെറ്റീരിയലാണ് കേട്ടോ. ഒരു ഷിഫോൺ തന്നെ, പക്ഷേ എന്തോ ഒരു പ്രത്യേകതയുള്ളൊരു മെറ്റീരിയലിൽ വരുന്ന ഹാഫ് സ്ലീവ് ഡ്രസ്സും അവൈലബിൾ ആണ്. പിന്നെ മാക്സി, പ്രൈഡ് ഡ്രസ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ വാട്സപ്പ് ചെയ്യുക ഈ നമ്പറിൽ. പിന്നെ ഇൻസ്റ്റയിൽ മാക്സിമം എല്ലാവരും ഇൻസ്റ്റഗ്രാമിൽ പേജൊന്ന് ഫോളോ ചെയ്യാം കേട്ടോ, നിലോഫർ ഹാദി എന്നുള്ള പേര്. കാരണം നമ്മളിങ്ങനെ പുതിയ ഐറ്റംസൊക്കെ വരുമ്പോൾ നമുക്ക് എളുപ്പമാണല്ലോ. അതിലിങ്ങനെ ഫോട്ടോസോ അല്ലെങ്കിൽ വീഡിയോസോ ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു സ്ക്രീൻഷോട്ടൊക്കെ എടുത്തിട്ട് എനിക്ക് അയച്ചാൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യാം. ഇതിൻ്റെയൊക്കെ ഒരു റേറ്റ് വരുന്നത് 1500 ആണ് കേട്ടോ. ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു പിങ്ക്, അതിൻ്റെ റേറ്റ് വരുന്നത് ഹാഫ് സ്ലീവിൻ്റെ. പക്ഷേ അതിൻ്റേതായ ക്വാളിറ്റി ഉണ്ട് കേട്ടോ, നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ ഈ ഡ്രസ്സൊക്കെ ഞാനിപ്പോൾ ഇട്ട് കാണിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പേര് മെസ്സേജിൽ അതങ്ങനെ ഇട്ടിട്ട് ഫോട്ടോ അയക്കുമോ എന്നൊക്കെ പറയുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇൻഷാ അല്ലാ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ. ഇത് കണ്ടോ, മഗ്‌രിബിൻ്റെ ഒരു സമയമാണിത്. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എല്ലാവരും ലൈക്ക് ചെയ്യണേ, ലൈക്കും കമൻറ്റും ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ഒരു നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.